ദേശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഈ യഥാരൂപം ഭഗവത്ഗീതയിലെ 18ാമത്തെ അധ്യായമാണ്. 18ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണത. അർജുനൻ എന്താണ് സന്യാസം, എന്താണ് ത്യാഗം, അതിന്റെ തത്വം എന്താണ്, എന്തിനു വേണ്ടിയാണ് ത്യാഗം ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് സന്യാസം എടുക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് ഭഗവാൻ അതിന്റെ യാഥാർത്ഥ്യം, എന്തിനാണ് സന്യാസം, എന്തിനാണ് ത്യാഗം ചെയ്യുന്നത്, ത്യാഗം എത്ര വിധമാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്തു. കർമ്മഫലങ്ങളിൽ നിന്ന് ആസക്തി കുറയുന്നതിന് വേണ്ടിയിട്ടാണ് ത്യാഗം ചെയ്യുന്നത്. കർമ്മഫലങ്ങളെ ത്യജിക്കുന്നതാണ് സന്യാസം, കർമ്മത്തെ ത്യജിക്കുന്നതല്ല സന്യാസം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർമ്മം ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും യജ്ഞവും ദാനവും തപസ്സും ആരും ഉപേക്ഷിക്കരുത്, സന്യാസി പോലും ഉപേക്ഷിക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യജ്ഞദാന തപകർമ്മ ത്യാജ്യം. യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും ത്യജിക്കേണ്ടതല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവനാനി മനീഷിനാം, അത് സന്യാസിമാർ പോലും ശുദ്ധീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അവസാന ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടി ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭൗതികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ആത്മീയമായിട്ടുള്ള നിലവാരത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ത്യാഗ പരിശീലനവും സന്യാസം സ്വീകരിക്കുന്നതുമെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നേരിട്ട് ആളുകൾക്ക് സന്യാസം സ്വീകരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കർമ്മം എന്താണോ അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിയും ലഭതേ എന്നാണ്. അതിൽ മനുഷ്യന് 4 തരത്തിലുള്ള സ്വഭാവ പ്രകൃതി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവം, ക്ഷത്രിയ സ്വഭാവം, വൈശ്യ സ്വഭാവം, ശൂദ്ര സ്വഭാവം. ഇതിലേതായാലും ഏത് കർമ്മവും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഉയർച്ചയുണ്ടാകും, മുക്തി നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ത്യാഗപരിശീലനം കൊണ്ട് സ്വന്തം കർമ്മങ്ങൾ ഭഗവാന്റെ സേവനമായി അർപ്പിച്ച് ചെയ്തുകൊണ്ട് അവസാന സമയമാകുമ്പോഴത്തേക്ക് ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞ് ആത്മീയമായിട്ടുള്ള താല്പര്യമുണ്ടാകും, ആത്മീയമായിട്ടുള്ള ബോധമുണ്ടാകും. ഞാൻ യഥാർത്ഥത്തിൽ ഈ ശരീരമല്ല, ജീവാത്മാവ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടും. അങ്ങനെ അവസാന സമയത്ത് ഒരു വ്യക്തിക്ക് മുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. പണ്ടത്തെ കാലത്തെ ആളുകൾ അവസാന സമയത്ത് വീട് വിട്ടിറങ്ങിപ്പോയി ഒറ്റയ്ക്കിരുന്ന് പ്രാണായാമം ചെയ്ത് ധ്യാനം ചെയ്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ പ്രാണശക്തിയെ ശരീരത്തിന്റെ താഴെ ഭാഗത്തു നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഭ്രൂമധ്യത്തിലെത്തിക്കും, നെറ്റിയുടെ നടുക്കിലെത്തിക്കും. ആ സമയത്ത് ജീവാത്മാവിന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടും, ഞാൻ ഈ ശരീരം തന്നെയല്ല, ശരീരം നശിച്ചാലും ഞാൻ മരിക്കുന്നില്ല, എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന അനുഭവം ഉണ്ടാകും, ആത്മീയമായിട്ടുള്ള അനുഭവം ഉണ്ടാകും. അങ്ങനെ ആത്മീയമായിട്ട് ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തനാണ് താൻ എന്ന ബോധ്യത്തിൽ ഇരിക്കുന്ന ജീവാത്മാവിനെയാണ് ഭഗവാൻ ബ്രഹ്മഭൂതൻ എന്ന് വിളിച്ചിട്ടുള്ളത്. 54ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മഭൂതന്റെ
സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ബ്രഹ്മഭൂത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, മോക്ഷത്തിന്റെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളുമില്ല. എന്തെങ്കിലും കിട്ടിയില്ല എന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നില്ല. എന്തെങ്കിലും നേടണമെന്ന്, ഭൗതികമായിട്ട് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹമില്ല. ആ വ്യക്തിയുടെ ആഗ്രഹവും നേട്ടങ്ങളും എല്ലാം ആത്മീയമായിട്ട് മാറിയിട്ടുണ്ടാകും. ആത്മീയമായ നേട്ടമാണ് എന്റെ യഥാർത്ഥ നേട്ടം, ആത്മീയമായിട്ടുള്ള ലാഭമാണ് എന്റെ യഥാർത്ഥ ലാഭം എന്ന വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ്. ആ അവസ്ഥയിൽ എത്തിയ വ്യക്തിക്ക് ഭക്തിയിലേക്ക് പ്രവേശിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. മദ്ഭക്തിം ലഭതേ പരാം. മുക്തിയേക്കാൾ ഉപരിയാണ് ഭക്തി. അപ്പൊ മുക്തി നേടിയവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഭക്തിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മുക്തിക്ക് ശേഷം നമ്മൾ എവിടെയും അലിഞ്ഞില്ലാതായി പോകുന്നില്ല അല്ലെ? സാധാരണഗതിയിൽ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സമാധിയായി പോയി, ഭഗവാന്റെ പാദത്തിൽ അലിഞ്ഞു ചേർന്നു എന്നൊക്കെ പറയും. ഭഗവാന്റെ പാദത്തിൽ ഒരിക്കലും അലിഞ്ഞു ചേരുന്നില്ല. ഭഗവാന്റെ പാദ സേവനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാന്റെ പാദത്തെ സേവിക്കുകയാണ് ചെയ്യേണ്ടത്. ഭഗവാനിൽ അലിഞ്ഞു ചെയ്യാനുള്ള ആഗ്രഹം, ഭഗവാനിൽ അലിഞ്ഞു ചേരാനുള്ള ഒരു ആഗ്രഹം, അത് ആത്മീയമായിട്ടുള്ള ഒരു ആത്മഹത്യയാണെന്ന് പറയും. എനിക്കിനി ജീവിക്കേണ്ട, എനിക്കിനി വ്യക്തിത്വമൊന്നും വേണ്ട എന്നുള്ള ചിന്തയിൽ നിന്നാണ് അലിഞ്ഞു ചേരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതൊരു തരം ആത്മഹത്യയാണ്. ഭഗവാന് സേവനം ചെയ്യാനുള്ള ആഗ്രഹമായിരിക്കണം നമ്മളിൽ ഉണ്ടാവേണ്ടത്. മുക്തിക്ക് ശേഷവും ഭഗവാന്റെ സേവനം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്ന് പറയും. മദ്ഭക്തിം ലഭതേ പരാം. ആ ഭക്തി എന്ന് പറയുന്നത് നവവിധ ഭക്തി സേവനങ്ങളാണ്. ആ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നതോടുകൂടി ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കും. അങ്ങനെ മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ എന്ന് 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തത് അനന്തരം. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നു. അല്ലെ, ആളുകൾ പറയും ഭഗവത്ഗീതയിൽ ഒരുപാട് യോഗങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഭക്തി യോഗത്തെ കുറിച്ച് മാത്രം പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഭക്തിക്ക് ഭഗവാൻ തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഭക്തിയോഗം തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉടനീളം ഊന്നി പറയുന്നത്. അല്ലെ, ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നിവിടെ പറയുന്നുണ്ട്. ഭക്ത്യാമാം അഭിജാനാതി. നമ്മൾ മുക്തന്മാരാണെങ്കിൽ പോലും ആ അവസ്ഥയിൽ ഭക്തി ചെയ്താൽ മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭക്ത്യാത്മനന്യാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേശിക്കും ച ഫലന്തം. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ കാണാനും ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറയും. മുക്തി നേടാം. മുക്തി നേടുന്നതിന് ശുദ്ധഭക്തിയുടെ ആവശ്യമില്ല, ഒരു അല്പം ഭക്തി മതി. മറ്റു യോഗങ്ങളിലൊക്കെ അല്പഭക്തിയുണ്ട്. കർമ്മയോഗത്തിലും ജ്ഞാനയോഗത്തിലും ധ്യാനയോഗത്തിലും എല്ലാം ഭഗവാനെ ധ്യാനിക്കുന്നുണ്ട്, ഭഗവാനെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടേക്ക് കുറച്ച് ഭക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ മുക്തി നേടുന്നു. പക്ഷേ ശുദ്ധഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതും ഭഗവാന്റെ ഭക്തന്മാരിലൂടെ, ഗുരുപരമ്പരയിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കിയവരാണ് തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് എന്നാണ് 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ. ഭഗവാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നു. തത്വത്തിൽ മനസ്സിലാക്കണം. തത്വത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്നാണ്. ഭഗവാന്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഭഗവാനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങളല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് നമ്മൾ ഊഹാപോഹങ്ങൾ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല.
ഭഗവാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത്, ഭഗവാന്റെ ശക്തികൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ ശക്തികൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുന്നവർക്ക് തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് പോകാം എന്നാണ് പറയുന്നത്. തതോമാ തത്വതോ ജ്ഞാത്വ, ഭഗവാനെ കുറിച്ചുള്ള സത്യം അതേപടി മനസ്സിലാക്കിയവർക്ക് തതോമാ തത്വതോ ജ്ഞാത്വ വിശദേ തദനന്തരം, വിശദേ പ്രവേശിക്കാൻ സാധിക്കും. എവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കും? ഭഗവാന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിസിൽ തന്നെ നിൽക്കേണ്ടി വരും. എങ്ങനെയായാലും മുക്തി കിട്ടിയതിനു ശേഷവും പ്രവർത്തനമുണ്ട് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മുക്തി കിട്ടിയതിനു ശേഷം നമ്മൾ ഒന്നും പ്രവർത്തിക്കാതെ ഇരിക്കുകയല്ല, അല്ലെങ്കിൽ നമ്മൾ ശൂന്യമായി പോകുന്നില്ല. നമ്മൾക്ക് വീണ്ടും പ്രവർത്തനങ്ങളുണ്ട്. ഭഗവാന്റെ സേവനമുണ്ട്, ഭഗവാനുണ്ട്, ഭഗവാന്റെ ലോകമുണ്ട്. അവിടെ പോയിട്ട് നിരന്തരമായിട്ട് നമുക്ക് സേവനം ചെയ്യാൻ സാധിക്കും എന്ന് പറയും. അത് കർമ്മം തന്നെയാണ് എന്ന് പറയും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനുള്ള ഒരു പ്ലാൻ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ നമ്മുടെ ഇപ്പോഴുള്ള നിലവാരത്തിൽ വെച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പോലെ വർണ്ണാശ്രമ വ്യവസ്ഥയൊന്നും ഇന്നത്തെ കാലത്ത് പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് വർണ്ണാശ്രമ വ്യവസ്ഥയില്ല. അതുകൊണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ ക്രമേണ ശുദ്ധീകരണത്തിനുള്ള മാർഗമൊന്നും ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ലഭ്യമല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ നിലവാരത്തിൽ വെച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 56-ാമത്തെ ശ്ലോകത്തിൽ 56ഉം 57ഉം ചേർന്നിട്ടുള്ള ശ്ലോകങ്ങളാണ്. രണ്ടും നമുക്ക് ഒരുമിച്ച് വായിക്കാം. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയ മത്പ്രസാദാത് അവാപ്നോതി ശാശ്വതം പദമവ്യം ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗം ഉപാസ്യ മച്ചിത്ത സതതം ഭവ. നമ്മൾക്ക് നേരിട്ട് ഭക്തിയോഗം ചെയ്യാനുള്ള മാർഗം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഈ 2 ശ്ലോകങ്ങൾ വായിക്കാം. 56ഉം 57ഉം ശ്ലോകങ്ങൾ വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്ലോകം വിവർത്തനം ഭഗവത്വം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് നോക്കാം. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. സിനി മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യാശ്രയഃ മത്പ്രസാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏത് തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കും. ഭാവാർത്ഥം: മദ്വ്യാശ്രയ എന്നതിന് പരമപുരുഷന്റെ സംരക്ഷണത്തിൽ എന്നർത്ഥം. ഭൗതിക കൽമഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ വേണ്ടി വിശുദ്ധ ഭക്തൻ ഭഗവാന്റെയോ അവിടുത്തെ പ്രതിനിധിയായ ആധ്യാത്മിക ഗുരുവിന്റെയോ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അയാൾക്ക് സമയ പരിമിതിയൊന്നുമില്ല. ദിവസത്തിൽ 24 മണിക്കൂർ 100% ഭഗവത് നിർദ്ദേശപ്രകാരമുള്ള കർമ്മങ്ങളിലാണ് അയാൾ ഏർപ്പെടുന്നത്. ഇങ്ങനെ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഭക്തനോട് ഭഗവാന് അളവറ്റ കരുണയുണ്ട്. എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഒടുവിൽ അയാൾ അതീന്ദ്രിയ പദത്തിൽ കൃഷ്ണലോകത്തിൽ എത്തിച്ചേരും. അയാൾക്ക് അവിടെ പ്രവേശനം സുനിശ്ചിതമാണ്. അതിന് സംശയമില്ല തന്നെ. ആ പരമപദത്തിൽ മാറ്റങ്ങളില്ല. എല്ലാം ശാശ്വതവും ജ്ഞാനസമ്പന്നവും അവ്യയവുമാണ്. 57. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പര ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തേ സതതം ഭവ. വിവർത്തനം: സകല കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കൂ, എന്നിട്ട് എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുത സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായ ബോധവും ഉണ്ടായിരിക്കണം. ഭാവാർത്ഥം:
കൃഷ്ണാവബോധത്തോടുകൂടി കർമ്മം ചെയ്യുന്നവൻ ലോകത്തിന്റെ യജമാനൻ എന്ന നിലയിലല്ല കർമ്മം ചെയ്യുന്നത്, ഒരു സേവകനെ പോലെ പരമപുരുഷന്റെ നിർദ്ദേശത്തിന് പൂർണ്ണമായും വിധേയനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഒരു ആശ്രിതന് വ്യക്തി സ്വാതന്ത്ര്യമില്ല. യജമാനന്റെ ആജ്ഞയനുസരിച്ച് അയാൾ പ്രവർത്തിക്കാവൂ. അങ്ങനെ പരമ യജമാനു വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരു ആശ്രിതനെ ലാഭനഷ്ടങ്ങൾ ബാധിക്കുകയില്ല. യജമാനന്റെ ആജ്ഞപ്രകാരം അയാൾ തന്റെ കടമ വിശ്വസ്തയോടെ നിർവഹിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ഒരു ചോദ്യം വരാം. അർജുനൻ കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് വെക്കുക. കൃഷ്ണൻ അരികിലില്ലാത്ത നിലയിൽ ഞാൻ എന്തു ചെയ്യും? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഉപദേശിച്ചിട്ടുള്ളതനുസരിച്ചായാലും കൃഷ്ണന്റെ പ്രാതിനിധ്യമുള്ള മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമായാലും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഒന്ന് തന്നെയായിരിക്കും. മത്പര എന്ന പദം വളരെ അർത്ഥവത്താണ്. ഈ ശ്ലോകത്തിൽ കൃഷ്ണപ്രീതിക്ക് വേണ്ടി കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനം മാത്രമാണ് മനുഷ്യന്റെ ജീവിതോദ്ദേശമെന്ന് അത് സൂചിപ്പിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കൃഷ്ണനെ കുറിച്ച് മാത്രം ഓർക്കേണ്ടതുമാണ്. ഈ ഒരു പ്രവൃത്തി നിറവേറ്റാൻ കൃഷ്ണൻ എന്നെ നിയോഗിച്ചതാണ്. അപ്രകാരം പ്രവർത്തിക്കുമ്പോൾ ഒരാൾ സ്വാഭാവികമായും കൃഷ്ണനെ ഓർത്തുപോകും. ഇതാണ് തികഞ്ഞ കൃഷ്ണാവബോധം. തന്നിഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ ഫലം ഭഗവാനെ സമർപ്പിച്ചത് കൊണ്ടായില്ല. അത്തരം കർമ്മങ്ങൾ കൃഷ്ണാവബോധാനുസൃതമായ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നതല്ല. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം തന്നെയാവണം പ്രവൃത്തി. സുപ്രധാനമായ ഒരു കാര്യമാണിത്. കൃഷ്ണന്റെ ആ നിർദ്ദേശം ശിഷ്യ പരമ്പരയിൽപ്പെട്ട വിശ്വാസനായ ഒരു ആചാര്യനിലൂടെയാണ് എത്തുക. അതിനാൽ ആധ്യാത്മിക ആചാര്യന്റെ കൽപ്പന അനുസരിക്കേണ്ടത് ജീവിതത്തിലെ മുഖ്യമായ ഒരു കടമയാണ്. വിശ്വാസനായ ഒരു ആധ്യാത്മ ഗുരുവിനെ ലഭിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുകയും ചെയ്താൽ കൃഷ്ണാവബോധമുള്ള ജീവിതത്തിന്റെ പരിപൂർണതയിൽ എത്തിപ്പെടുമെന്നത് ഉറപ്പാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സിനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ ഭക്തി യോഗത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് പ്രവർത്തനമാണ് എന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഭക്തി എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ധ്യാനിച്ചിരിക്കുന്നതല്ല, പ്രവർത്തനങ്ങളാണ് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ പറയുന്നു, സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാസ്. ഒരു ഭക്തൻ എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? ഭക്തനെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മൾക്ക് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഭക്തൻ. ഭക്തനായി കഴിഞ്ഞാൽ എവിടെങ്കിലും നമ്മൾ ധ്യാനിച്ചിരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ എവിടെങ്കിലും ഇരിക്കേണ്ട ആവശ്യമില്ല. ഭക്തനും എല്ലാവിധ പ്രവൃത്തികളും ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. സർവകർമാണി അഭി സദാ കുർബാണോ, എല്ലാ സമയത്തും കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഭക്തൻ ചെയ്യുന്നതിലും ഒരു സാധാരണ ഭൗതികവാദി, ഭഗവാനിൽ വിശ്വാസമില്ലാത്ത വ്യക്തി ചെയ്യുന്നതിലും വ്യത്യാസം എന്താണ്? മദ്വ്യപാശ്രയ, അവിടെയാണ് വ്യത്യാസം. ഭക്തൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് ഭഗവാനെ ആശ്രയിച്ചാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് തനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ഭക്തന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. ഒരു ഭൗതികവാദിക്ക് അതിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല. അദ്ദേഹം വിചാരിക്കുന്നത് ഞാൻ തന്നെയാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്നാണ് ആ വ്യക്തി കരുതുന്നത്. എന്റെ കർമ്മഫലം കൊണ്ടാണ് എനിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത് എന്നാണ് ആ വ്യക്തി വിചാരിക്കുന്നത്. എന്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് എന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ സാധിക്കും. പക്ഷെ ഭക്തൻ വിചാരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടാകുന്നത്, സൗഖ്യം ഉണ്ടാകുന്നത് എന്നാണ് ഭക്തൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഭക്തൻ എല്ലാ കർമ്മങ്ങളിലും ഭഗവാനെ ആശ്രയിക്കുന്നു. മദ്വ്യപാശ്രയ എന്ന് പറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാനും പറയുന്നുണ്ട്, ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഈ ഭൗതിക പ്രകൃതിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. മയ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാന്റെ നിർദ്ദേശമില്ലാതെ പ്രകൃതിയിൽ ഒന്നും നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ, നമ്മൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന്റെ അനുമതി ആവശ്യമാണ്. അപ്പോൾ ആ ഒരു നിലവാരത്തിലാണ് ഭക്തൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തൻ ഭഗവാനെ ആശ്രയിക്കുന്നത്. ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിലേ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തുകയുള്ളൂ.
നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഭഗവാന്റെ ശക്തിയുണ്ട് എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ നമ്മൾ കാണുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള എല്ലാ ശക്തികളും ഭഗവാന്റേതാണ്. ഭൂമി രാപോ അനലോ വായു ഖമ്മനോ ബുദ്ധിരേവച്ച. ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം, ഇതൊന്നും നമ്മൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്ന ശക്തികളല്ല. ഇതിലൊന്നും നമ്മൾക്ക് ഒന്നിനെയും സൃഷ്ടിക്കാൻ സാധിക്കില്ല. എല്ലാം ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതാണ് യഥാർത്ഥ സത്യം, അല്ലെ? ഭൂമിയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഭൂമിയിൽ ഒരു പിടി മണ്ണ് പോലും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ജലം, അല്ലെ? ഭൂമി ജലവും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഒരു തുള്ളി ജലം പോലും നമ്മൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഭൂമി ജലം വായു ആണെങ്കിലും ആകാശമാണെങ്കിലും മനസ്സാണെങ്കിലും ബുദ്ധിയാണെങ്കിലും അഹങ്കാരമാണെങ്കിലും ഇതൊന്നും നമ്മൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല, ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പിന്നെ അതിനെ നിയന്ത്രിക്കാനും നമ്മൾക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഭൂമിയെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല, ജലത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അല്ലെ? ജലം, വായു, അഗ്നി, ആകാശം, ഇതിനെയൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ആർക്കാണ് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? ഭഗവാനാണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിനെ പോലും നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. കാരണം അത് ഭഗവാന്റെ ശക്തിയാണ്. അപ്പോൾ ഇതിനെയൊന്നും സൃഷ്ടിക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കുന്നില്ല എന്ന് ഭക്തന് മനസ്സിലായിട്ടുണ്ട്. ഭക്തൻ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ? ഇതൊക്കെ ഉപയോഗിക്കാൻ മാത്രമേ നമ്മൾക്ക് സാധിക്കൂ. നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. ഭഗവാന്റെ ശക്തികൾ നമുക്ക് ഉപയോഗിക്കാം. ഭൂമി ഉപയോഗിക്കാം, ജലം ഉപയോഗിക്കാം, വായു ഉപയോഗിക്കാം, അഗ്നി ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട്. മനസ്സ് ഉപയോഗിക്കാം, ബുദ്ധി ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിനെ എനിക്ക് സൃഷ്ടിക്കാനോ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനോ സാധിക്കുകയില്ല എന്ന് ഭക്തന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭക്തൻ എന്ത് ചെയ്യുന്നത്? എല്ലാ കർമ്മങ്ങളിലും ഭഗവാനെ ആശ്രയിക്കുന്നത്. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ, ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾക്ക്, ആ പ്രവൃത്തി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം പ്രകൃതിയിലെ ശക്തികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നത്. ഏത് പ്രവൃത്തി ചെയ്യണമെങ്കിലും പ്രകൃതിയിലെ ഈ വസ്തുക്കളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഭൂമി ജലം അഗ്നി വായു ആകാശം ഇതൊക്കെ ആവശ്യമാണ്. അതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മളല്ല. അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനും നമ്മൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭഗവാന്റെ അനുമതി ഉള്ളിടത്തോളം കാലം നമുക്ക് അതിനെ ഉപയോഗിക്കാം. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിലാണ് ഭക്തൻ പ്രവർത്തിക്കുന്നത്. ഭക്തൻ എന്തെങ്കിലും ഒരു വികാരത്തിന് അടിമപ്പെട്ട് ഭഗവാനെ ആശ്രയിക്കുന്നതല്ല. ഭക്തൻ പൂർണ്ണ ജ്ഞാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അല്ലെ? ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഈ ഭക്തന്, ഒരു വ്യക്തിക്ക് ഈ ജ്ഞാനം ലഭിച്ചിട്ടുള്ളത്. എന്താണ് ജ്ഞാനം? വാസുദേവ സർവമിതി. ഭഗവാൻ വാസുദേവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, ഞാനല്ല. ഇതാണ് ജ്ഞാനം. ഭഗവാൻ വാസുദേവനാണ് നിയന്ത്രിക്കുന്ന വ്യക്തി, ഞാനല്ല. അതുവരെ നമ്മൾ എന്ത് വിചാരിക്കും? ഞാനാണ് നിയന്ത്രിക്കുന്ന വ്യക്തി എന്ന് വിചാരിച്ച് പ്രവർത്തിക്കും. അഹങ്കാര വിമൂഢാത്മ കർത്താഹം ഇതി മന്യതി. ഞാനാണ് നിയന്ത്രിക്കുന്ന വ്യക്തി, എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണ്? മൂഢനാണ് എന്ന് പറയുന്നത്. അഹങ്കാര വിമൂഢാത്മ കർത്താഹം ഇതി മന്യതി. നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ മാറ്റം പോലും നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അല്ലെ? നമ്മൾ ആഹാരം കഴിച്ച് അത് ദഹിക്കുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. ദഹിച്ചാൽ ഭാഗ്യം, അല്ലെ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ദഹിച്ചാൽ നന്നായി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നിയന്ത്രണം. സ്വന്തം ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾ പോലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. എന്നിട്ട് ഞാൻ ഈശ്വരനാണ്, ഞാനാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ സ്വതന്ത്രനാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ പ്രവർത്തിക്കും, എന്റെ ജീവിതമാണ് എന്നൊക്കെ പറയും. അല്ല, എന്റെ ജീവിതമാണ്, എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയും. അത് ബുദ്ധി നശിക്കുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഭഗവാന്റെ നിയന്ത്രണത്തിനാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്ന്
ഭക്തന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. അതാണ് യഥാർത്ഥ സത്യം എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി ഭഗവാനെ ആശ്രയിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വികാരത്തിന്റെ പേരിൽ ഭഗവാനെ ആശ്രയിക്കുന്നതല്ല. വാസുദേവ സർവമിതി, ഭഗവാൻ വാസുദേവനെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും. ഭഗവാൻ വാസുദേവന് എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ സാധിക്കും. ഒരു സാഹചര്യത്തിനെ അനുകൂലമാക്കി മാറ്റാനോ പ്രതികൂലമാക്കി മാറ്റാനോ ഭഗവാന് സാധിക്കും എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഭക്തൻ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നത്. മദ്വ്യപാശ്രയ, ആ വാക്ക് ശീലപ്രഭാതരെ പ്രത്യേകം എടുത്തു പറയും. മദ്വ്യപാശ്രയ എന്തുകൊണ്ടാണ്? ഈ ജീവന്റെ മൂലസ്വരൂപം, നമ്മുടെ യഥാർത്ഥ സ്ഥാനം എന്താണ്? ഭഗവാനെ ആശ്രയിച്ചിരിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ആ ജീവന്റെ സ്വരൂപം, സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഭക്തൻ ആ സ്ഥാനത്ത് തിരിച്ചെത്തി ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഭഗവാന് തൃപ്തിയാകും. മത് പ്രസാദാ, ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും അല്ലെ? സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല. മത് പ്രസാദാ, ഭഗവാന്റെ പ്രസാദം കൊണ്ട്, ഭഗവാന്റെ തൃപ്തി കൊണ്ട് ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? അവാപ്നോതി ശാശ്വതം പദമഭയം. അങ്ങനെ നിരന്തരമായി ഭഗവാനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ഭഗവാന്റെ പ്രസാദം കൊണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ആരൊക്കെയാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ പോകുന്നില്ല എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് അടിസ്ഥാനം? ഭഗവാന്റെ തൃപ്തിയാണ് അടിസ്ഥാനം. അൾട്ടിമേറ്റ് ആയിട്ട് ഭഗവാനെ തൃപ്തനാക്കണം, ഇത്രയേ ഉള്ളൂ. നമ്മൾ കഠിനമായിട്ട് യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ടോ, ദാനം ചെയ്യുന്നുണ്ടോ, തപസ് ചെയ്യുന്നുണ്ടോ, ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ഭഗവാൻ തൃപ്തനാണെങ്കിൽ, ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പോകാം. ഭഗവാൻ തൃപ്തനല്ലെങ്കിൽ നമ്മുടെ കഠിന തപസ്സുകൾ കൊണ്ടൊന്നും പ്രയോജനമില്ല. അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഭക്തൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഭഗവാനെ തൃപ്തനാക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ തൃപ്തി കൊണ്ട് എന്ത് സംഭവിക്കും? മത് പ്രസാദാത് അവാപ്നോതി ശാശ്വതം പദമഭയം. ഭഗവാന്റെ തൃപ്തി കൊണ്ട് ഒരു വ്യക്തിക്ക് ശാശ്വതമായിട്ടുള്ള ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. വളരെ ലളിതമാണ്. ഭഗവാൻ തൃപ്തനാണെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വേറെ ആരുടെയും അനുമതിയുടെ ആവശ്യമില്ല. ഒരു ദേവനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു കർമ്മ നിയമങ്ങളും ബാധിക്കുന്നില്ല. ഭഗവാന്റെ സാങ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ആരും ചോദ്യം ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഭഗവാന്റെ തീരുമാനമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള തീരുമാനം. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല. മത്ത പരതരം നാണ്യത കിഞ്ചിത് അസ്തി ധനഞ്ജയ എന്ന് ഭഗവാൻ പറയും. എന്നെക്കാൾ ഉപരിയായിട്ട് ആരും ഇല്ല. അത് ഭക്തന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭക്തന്മാർ ചെയ്യുന്നത്. ഇനി ആ പ്രവൃത്തികളൊക്കെ ഏത് ബോധത്തിലായിരിക്കണമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗം ഉപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സദാസമയം ഭഗവാനെ കുറിച്ചുള്ള ബോധത്തിൽ തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ആ സമയം നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇത് സാധ്യമാണോ? എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് സാധ്യമാണോ? എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വഴിമുട്ടിപ്പോയില്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാവില്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതല്ല യഥാർത്ഥ സത്യം. ഭഗവാനെ നമുക്ക് 24 മണിക്കൂറും ചിന്തിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ ശ്രീല പ്രഭാതർ പറയുന്നത്. 24 മണിക്കൂർ നമുക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാം. 24 മണിക്കൂറും ഭഗവാന്റെ സേവനം നമുക്ക് ചെയ്യാനുള്ള അവസരമാണ്. അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഭഗവാന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ ആദ്യം വിചാരിക്കും ഭഗവാന് വേണ്ടി എന്ത് ചെയ്യാനാണ്? കുറച്ച് നാമം ജപിക്കണം, കുറച്ച് ഭഗവത്ഗീത വായിക്കണം, അതോടുകൂടി എല്ലാ പ്രവർത്തനം കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഭക്തിയോഗത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും
ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾക്ക് മനസ്സിലാവും ഭഗവാന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. 24 മണിക്കൂർ തികയുന്നില്ല എന്ന് നമ്മൾക്ക് പിന്നീട് മനസ്സിലാകും. അല്ലെ, നാമജപത്തിലൂടെ കൂടുതൽ കൂടുതൽ ഭഗവാനെ കുറിച്ച് ബോധം ഉണ്ടാവുന്ന സമയത്ത്, ആചാര്യന്മാരുടെ നിർദ്ദേശം കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും ഭഗവാന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ സമയവും നമ്മൾ ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ചിട്ടുള്ള വാക്ക് ശീലപ്രഭാതർ എടുത്തു പറഞ്ഞിട്ടുള്ള വാക്ക് മത്പര എന്നാണ്. മത്പര, ഭഗവാനാണ് അൾട്ടിമേറ്റ്. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതാണ് കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനം. ആനുകൂല്യസ്യ കൃഷ്ണാനുശീലനം, ഭഗവാൻ അനുകൂലമായിട്ട് പ്രവർത്തിക്കുക. പ്രാതികൂല്യസ്യ വർജനം, പ്രതികൂലമായിട്ടുള്ളത് ഉപേക്ഷിക്കുക. ഭഗവാൻ ഇഷ്ടപ്പെടാത്തത് ചെയ്യാതിരിക്കുക, ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യുക. അതാണ് കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനം. അതുകൊണ്ട് ഒരു ഭക്തന് അറിയാം എന്തൊക്കെയാണ് ഭഗവാന് ഇഷ്ടമുള്ളത്, എന്തൊക്കെയാണ് ഭഗവാന് ഇഷ്ടമില്ലാത്തത് എന്നൊരു ഭക്തൻ അന്വേഷിക്കും. കാരണം എന്താണ്? മത്പര, അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മത്പര, ഭഗവാനെ തൃപ്തനാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഭക്തൻ തീർച്ചയായിട്ടും അന്വേഷിക്കും, ഇത് ഭഗവാന് വേണ്ടി ചെയ്യാമോ, ഇത് ചെയ്യാമോ, ചെയ്യാൻ പാടില്ലയോ എന്ന് പറഞ്ഞ് അന്വേഷിക്കും. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്ത് അത് ഞാൻ ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് സങ്കല്പിച്ചത് കൊണ്ട് കാര്യമില്ല. ശീലപ്രഭാതർ ആ കാര്യം എടുത്തു പറയുന്നല്ലോ, അല്ലെ? തികഞ്ഞ തന്നിഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ ഫലം ഭഗവാന് സമർപ്പിച്ചത് കൊണ്ടായില്ല എന്ന് ഭാവാർത്ഥത്തില് ശീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ മെന്റാലിറ്റി അറിയാം ആചാര്യന്മാർക്ക്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് ഞാൻ ഭഗവാന് വേണ്ടി ചെയ്തതാണ്, ഞാൻ എല്ലാം ഭഗവാന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നങ്ങോട്ട് പ്രഖ്യാപിക്കും, അല്ലെ? അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഭഗവാനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് തീരുമാനിക്കും. അങ്ങനെ ചെയ്തത് കൊണ്ട് ആയില്ല. നമ്മൾ ഗുരുപരമ്പരയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. മത്പര, എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അതും ഇവിടെ ശീലപ്രഭാതർ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ നേരിട്ട് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. അർജുനന് നേരിട്ട് ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ നേരിട്ട് അർജുനന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എനിക്കിപ്പോൾ ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ എന്താണ് ഇഷ്ടം എന്നെങ്ങനെയാണ് മനസ്സിലാവുന്നത്? അതിവിടെ ശീലപ്രഭാതർ പറയുന്നുണ്ട്. ഒന്നുകിൽ അത് ഭഗവത്ഗീതയിലുള്ള നിർദ്ദേശമായിരിക്കണം. ഭഗവത്ഗീതയിലുള്ള നിർദ്ദേശം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഭഗവാൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ്. ഭഗവത്ഗീതയിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ ഭഗവാൻ നൽകുന്നുണ്ട്, അല്ലെ? എപ്പോഴും ഭഗവാനെ കീർത്തിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. മനസ്സിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നു. മത് ഭക്തോ, ഭഗവാന്റെ ഭക്തനാകണമെന്ന് പറയുന്നു. മദ്യാജി, ഭഗവാനെ ആരാധിക്കണമെന്ന് പറയുന്നു. മാം നമസ്കുരു, ഭഗവാനെ നമസ്കരിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഭഗവാൻ പറഞ്ഞു തരുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ഇഷ്ടപ്പെടും. ഭഗവാന് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ സമർപ്പിക്കണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? പത്രം പുഷ്പം ഫലം തോയം, ഇതൊക്കെ ഭഗവാൻ എനിക്ക് തരൂ എന്ന് ഭഗവാൻ പറയുന്നു. അശ്നാമി, സ്നേഹത്തോടുകൂടി തന്നു കഴിഞ്ഞാൽ ഞാനത് സ്നേഹത്തോടുകൂടി സ്വീകരിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭഗവാന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്, ഭഗവാൻ അനുകൂലമായിട്ടുള്ള പ്രവർത്തനമാണ്. ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നത് ഭഗവാൻ അനുകൂലമായിട്ടുള്ള പ്രവർത്തനമാണ്. ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. ഇത് ജ്ഞാനയജ്ഞമായിട്ട് കണക്കാക്കും എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവത്ഗീത വായിച്ചു പഠിക്കുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. അത് സ്വാധ്യായമായിട്ട് ഭഗവാൻ കണക്കാക്കും. അത് ഭഗവാനെ കുറിച്ചുള്ള സ്മരണയായിട്ട് ഭഗവാൻ കണക്കാക്കും. ഇങ്ങനെ ഭഗവാൻ അനുകൂലമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനം എന്താണെന്ന് ഭക്തൻ അന്വേഷിച്ചറിയും. കാരണം എന്താണ്? ഭഗവാനെ തൃപ്തിപ്പെടുത്തണം. നമ്മൾക്ക് ഒരാളെ തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടമെന്ന് നമ്മൾ അന്വേഷിക്കും. അന്വേഷിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നില്ല, അല്ലേ? അദ്ദേഹത്തിന് ഇത് ഇഷ്ടമായിരിക്കുമെന്ന് സങ്കല്പിച്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടം എന്ന് അന്വേഷിച്ചറിയും, അല്ലെ? ഒരു വിവാഹം കഴിഞ്ഞാൽ
അടുത്ത് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടുകാരോട് അന്വേഷിക്കും, അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയോട് ചോദിക്കും എന്താണ് അദ്ദേഹത്തിന് ഇഷ്ടം, എന്ത് ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടം, എരിവുള്ളതാണോ പുളിയുള്ളതാണോ മധുരമാണോ, ഏതാണ് ഇഷ്ടം, ഇതൊക്കെ ചോദിച്ചറിയാതെ സങ്കല്പത്തിൽ ചെയ്യുകയല്ല ചെയ്യുന്നത്. മധുരം ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ പുളി ഇഷ്ടമായിരിക്കാം എന്ന് വിചാരിച്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്, ചോദിച്ചറിഞ്ഞ് തന്നെ ചെയ്യും. കാരണം എന്താണ്? അതിൽ താല്പര്യമുണ്ട്, അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിൽ താല്പര്യമുണ്ട്, അതുകൊണ്ട് ചോദിച്ചറിയും. അതേപോലെ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ താല്പര്യമുള്ള ഭക്തൻ ഗുരുപരമ്പരയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഭഗവത്ഗീതയിലെ നിർദ്ദേശങ്ങൾ നമ്മൾക്ക് ഭഗവാന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ ഗുരുപരമ്പരയിലൂടെ നമ്മൾക്ക് കിട്ടുന്ന അറിവിനനുസരിച്ച് അതിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ തൃപ്തനാക്കാൻ, ഭഗവാനെ തൃപ്തനാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത് അങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഭഗവാന്റെ നിർദ്ദേശമുണ്ട്. അങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും നമ്മൾക്ക് പുറത്തു കിടക്കാൻ സാധിക്കുമെന്നാണ്. നമ്മള് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ദോഷമുണ്ടാവുകയില്ല. ഭഗവാൻ പറയുന്നുണ്ട്, നഹി കല്യാണകൃത്യശ്ച ദുർഗതിന്താതഗച്ഛതി. ഭഗവാന് വേണ്ടി ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തില്ല? പിന്നെ ദുർഗതിയില്ല. എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും ആ വ്യക്തിക്ക് മുക്തനാകാനും സാധിക്കുമെന്നാണ്. അപ്പൊ ഭഗവാന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ കുടുക്കുകളിൽ പോയി വീഴുന്നത്. അത് അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാകും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഭഗവാൻ അനുകൂലമായിട്ട് മാത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും വലിയ നേട്ടമെന്നും അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ വായിച്ച ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം.